ഡൽഹി തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിൽ നരേന്ദ്രമോദിക്ക് പാർട്ടി ആസ്ഥാനത്ത് ഉജ്ജ്വല സ്വീകരണം. മുദ്രാവാക്യങ്ങളുമായി പൂക്കളും വർണ്ണക്കടലാസുകളും വിതറിയാണ് പ്രവർത്തകർ മോദിയെ സ്വീകരിച്ചത്. മോദി 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 से बोलो मोदी മോദി. ഡൽഹിയിലെ വിജയത്തിൽ ജനങ്ങൾക്ക് നന്ദി അർപ്പിച്ച് നരേന്ദ്രമോദി ഡൽഹി ആം ആദ്മി പാർട്ടിയുടെ ദുരന്തത്തിൽ നിന്നും മുക്തമായെന്നും ഇനി വികസനത്തിന്റെ ഡബിൾ എഞ്ചിൻ സർക്കാരാണ് കാത്തിരിക്കുന്നതെന്നും മോദി പറഞ്ഞു. വികസനത്തിനാണ് ഡൽഹി ജനത വോട്ട് ചെയ്തത്. മോദിയുടെ ഗ്യാരണ്ടിയിൽ ഡൽഹിയിലെ ജനങ്ങൾ വിശ്വസിച്ചെന്നും മോദി 50 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ കോൺഗ്രസിനും രൂക്ഷ വിമർശനം. दिल्ली के जनादेश से ये भी स्पष्ट है कि राजनीति में शॉर्टकट के लिए, झूठ और फरेब के लिए कोई जगह नहीं है। साथियों, दिल्ली के लोगों ने लोकसभा के चुनाव में मुझे कभी भी निराश नहीं की। हमने पहले हरियाणा में अभूतपूर्व रिकॉर्ड बनाया। इस चुनाव में मैं जहां भी गया मैं गर्व से कहता था, मैं तो पूर्वांचल से सांसद हूं। धरना प्रदर्शन की राजनीति, टकराव और प्रशासनिक अनिश्चितता ने दिल्ली के लोगों का बहुत नुकसान किया। സ്ത്രീ വോട്ടർമാർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നതായും മോദി പറഞ്ഞു. ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു പ്രസംഗം വളരെയധികം ആം ആദ്മിയെയും കോൺഗ്രസിനെയും എല്ലാം വിമർശിക്കുമ്പോഴും ആ ഒരു ജയിച്ച ആ ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. വലിയ ആഘോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തെ പ്രവർത്തകർ അവിടെ സ്വീകരിച്ചതും. അദ്ദേഹം ഇന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഏത് രീതിയിലാണ്, എത്രമാത്രം ആഘോഷഭരിതമായിരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം? സ്വാതി, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വളരെ നരേന്ദ്രമോദിക്കുള്ള ഒരു പ്രത്യേക ഒരു ആശംസ എന്ന നിലയിലാണ് ഇന്ന് BJP ആസ്ഥാനത്ത് കാര്യങ്ങൾ നടന്നത്. വൻ മുദ്രാവാക്യമായിരുന്നു നരേന്ദ്രമോദി വരുമ്പോൾ. നരേന്ദ്രമോദി പറഞ്ഞത് 5 കാര്യങ്ങളാണ് നരേന്ദ്ര തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം നരേന്ദ്രമോദി പറഞ്ഞത് കെജ്രിവാളും ആം ആദ്മി പാർട്ടി നടത്തിയ എല്ലാവിധ അഴിമതികളെയും കൊണ്ടുവരും. ആദ്യം തന്നെ നിയമസഭ വരുമ്പോൾ ആദ്യം തന്നെ CAG റിപ്പോർട്ട് വയ്ക്കും. അതിൽ ആരൊക്കെ കുറ്റക്കാരെന്ന് കണ്ടാൽ അവരെയൊക്കെ നിയമത്തിനെ വഴിയിൽ കൊണ്ടുവരും. രണ്ടാമത് നരേന്ദ്രമോദി പറഞ്ഞത് തൻ്റെ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ച ഡൽഹി ജനതക്ക് NCERT ചരിത്രത്തിലെ ആദ്യമായി, അതായത് സ്വാതന്ത്ര്യത്തിന് ലഭിച്ച ശേഷം 3 രാജ്യങ്ങൾ NCERTൻ്റെ മുമ്പിൽ, അതായത് ഡൽഹി തൊട്ടപ്പുറത്ത് അതിർത്തി പ്രദേശങ്ങളായ UP അതേപോലെ ഹരിയാന 3 സംസ്ഥാനങ്ങളും ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ വികസനം ഈ രീതിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടും. മൂന്നാമത്തെ കാര്യം യമുനയെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രസംഗം തുടങ്ങുകയും പ്രസംഗം അവസാനിക്കുകയും ചെയ്തത്. യമുന മാതക്ക് കീ വിളിച്ചുകൊണ്ടാണ്. യമുനയെ ശുദ്ധീകരിക്കാൻ ഞാൻ മുൻപോട്ടിറങ്ങും. ഇത് വലിയ കഠിന പ്രയത്നമാണ്. രാജീവ് ഗാന്ധി നടത്തിയിട്ടും നടക്കാത്തൊരു കാര്യമാണ്. എന്തായാലും ഞാൻ നടത്തിയിരിക്കും എന്ന ഒരു പ്രഖ്യാപനവും മോഡി നടത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, കോൺഗ്രസിനെ കടുത്ത ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചു എന്നാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു പാർട്ടി
ത്തിനുള്ള കോൺഗ്രസ് അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അർബൻ നക്സലൈറ്റ് കോൺഗ്രസ് ആണ്, സ്റ്റേറ്റിനെതിരെ സമരം ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്യുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കടുത്ത വിമർശനമാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ NDA ഘടകകക്ഷികളെ, അതായത് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് NDA ആണ് യൂണിറ്റി, NDA സർക്കാരാണ് വികസനം കൊണ്ടുവരുള്ളൂ, അത് NDAയിലേക്കുള്ള ഒരു വിശ്വാസത ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പ്രസ്താവനയും നരേന്ദ്രമോദി നടത്തി. അഞ്ചാമതായിട്ട് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ ബ്ലോക്കിലെ, അതായത് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല, ഇന്ത്യ ബ്ലോക്കിലെ സഖ്യകക്ഷികളെ കാലുവാരുന്ന സമീപനമാണ് കോൺഗ്രസിനുള്ളത്. DMK തമിഴ്നാട്ടിൽ DMKയുടെ മുദ്രാവാക്യം എടുത്ത് DMKക്ക് മേലെ ഉയരാൻ ശ്രമിക്കുന്നു. അതുപോലെ ബീഹാറിൽ പോകുമ്പോൾ RJDയുടെ മുദ്രാവാക്യം എടുത്ത് RJDക്ക് മേലെ ഉയരാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനമാണ് കോൺഗ്രസിനെ നടത്തിയത്. നരേന്ദ്രമോദിക്ക് വ്യക്തമായിട്ടറിയാം, നാളെ കോൺഗ്രസ് മാത്രമാണ് നരേന്ദ്രമോദിയെ ചാലഞ്ച് ചെയ്യാൻ അല്ലെ വെല്ലുവിളിക്കാനുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ കക്ഷി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആം ആദ്മിയെ വിട്ടുകൊണ്ട് കോൺഗ്രസിനെതിരെയുള്ള രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. ഏതായാലും സ്വാതി, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത്രയും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു പ്രസംഗം പ്രധാനമന്ത്രി നടത്തിയിട്ടില്ല. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നടത്തിയിട്ടില്ല, ഹരിയാന തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടത്തിയില്ല. ഇത് ആദ്യമായിട്ട് രാഷ്ട്രീയ തരത്തിലുള്ള പ്രസംഗം തന്നെ നടത്തുന്നത് ആം ആദ്മി പാർട്ടിയും അതേപോലെ തന്നെ കോൺഗ്രസിനെയും, അതേപോലെ കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തെയും കൂടുതൽ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇരട്ട എഞ്ചിൻ സർക്കാരിൽ ഡൽഹിയെ തങ്ങൾ എന്ത് ചെയ്യുമെന്ന്, ഡൽഹിയിലെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്നും അത് തൻ്റെ വ്യക്തിപരമായ ഗ്യാരണ്ടിയാണെന്നും നരേന്ദ്രമോദി പറയുന്നു. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇത് നരേന്ദ്രമോദിയുടെ ഒരു വിജയമാണ് എന്ന രീതിയിലാണ് ഇന്ന് BJP ഇക്കാര്യം പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചത്. ഇതാണ് JP നദ്ദയും പറഞ്ഞത്, BJP അധ്യക്ഷൻ നഡ്ഡ പറഞ്ഞത്. BJPയുടെ ഒരു മുഖമാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലാണ് ജനങ്ങൾ വിശ്വസിച്ച് BJPക്ക് വോട്ട് ചെയ്തത്. അതായത് ഡൽഹിയിൽ നരേന്ദ്രമോദി തന്നെയാണ് എക്സ് മുഖ്യമന്ത്രി എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്, എക്സ് ഒഫീഷ്യൽ മുഖ്യമന്ത്രി എന്നൊരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് JP നദ്ദ. അതേപോലെ മോദിയുടെ ഓരോ വാക്കിനും JP നദ്ദയും അതേപോലെ തന്നെ അമിത്ഷായും കൈയടയ്ക്കുന്ന വിഷ്വൽസ്, ആ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി 3 തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാന, അതിനുശേഷം മഹാരാഷ്ട്ര, ഇപ്പോൾ ഡൽഹി, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതേസമയം തന്നെ മോഡി പ്രവർത്തകർക്ക് ഒരു ഉപദേശവും നൽകുന്നുണ്ട്. വിജയം കൊണ്ട് മത്ത് പിടിക്കരുത്, തല കുനിച്ചിരിക്കണം, സേവനത്തിന് വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് നൽകിയത്, ഈ സേവനം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം, ജനങ്ങളെ സേവിക്കാനാണ് ജനവിധി, ഈ ജനവിധി നിങ്ങളെ അഹങ്കാരിയാക്കരുത് എന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചാണ് നരേന്ദ്രമോദിയുടെ 50 മിനിറ്റ് നീണ്ട പ്രസംഗം അവസാനിപ്പിച്ചത്. ഏതായാലും ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു. എങ്ങനെയാണ് ഡൽഹി മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്, എന്താണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പിളർപ്പുകൾ, എന്താണ് NDAയുടെ യോജിപ്പ്, ചന്ദ്രബാബു നായിഡുവിനും അതേപോലെ നിതീഷ് കുമാറിനും പേരെടുത്ത് പറഞ്ഞു എന്ന് നമ്മൾ വ്യക്തമായിട്ട് ഇതിൽ മനസ്സിലാക്കണം. ഈ BJPയുടെ ഡൽഹി ഇലക്ഷനിൽ സ്വാതി ഒരു കാരണവശാൽ പോലും NDAയിലെ ഘടകകക്ഷികളെ ഒരുമിച്ച് നിർത്തി തങ്ങൾ എന്നൊരു സന്ദേശവും കൂടി കൊടുക്കുകയാണ്. അതേസമയം ഇന്ത്യ സഖ്യത്തിലാണെങ്കിൽ കോൺഗ്രസ് ആവട്ടെ പരസ്പരം മത്സരിച്ച് അല്ലെ പരസ്പരം പോരടിച്ച് നശിച്ചു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതേപോലെ കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും മാപ്പില്ല എന്നും നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നു. കാരണം എല്ലാ കാര്യത്തിലും ആരടിമ നടത്തിയാലും അത് ആ പൈസ ചില്ലിക്കാശ് പോലും തിരിച്ചു പിടിക്കും എന്നുള്ള വാഗ്ദാനം ഡൽഹി ജനതയ്ക്ക് നൽകുന്നു, തൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് പോലും നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നു. അതുതന്നെയാണ് രാജ്യതലസ്ഥാനത്ത് ഇന്ന് കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ആസ്ഥാനത്തെത്തിയ ആ ഒരു ആഘോഷത്തിൽ പങ്കാളിയായ കാഴ്ച.